ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് സാൻഡ്ര. ഞാൻ എറണാകുളം സെൻറ്റ് ആൻ്റണീസ് ഇടവക അംഗമാണ്. ഞാനിപ്പോൾ വരുന്നത് ലണ്ടനിൽ നിന്നാണ്. എനിക്ക് 15 ദിവസത്തെ ലീവേ ഉള്ളൂ. സാക്ഷ്യം പറയാനും കൂടി വേണ്ടിയാണ് ഞാൻ എത്രയും വേഗം വന്നത്. ഇതെൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. ആദ്യത്തെ സാക്ഷ്യം ഞാൻ പഠിച്ചു കഴിഞ്ഞ് ഉടനെ തന്നെ PhD എടുക്കാതെ തന്നെ എനിക്ക് വർക്ക് വിസ കിട്ടണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. 2 വർഷം വെറുതെ വേസ്റ്റാക്കി കളയണ്ടല്ലോ എന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച് 1 വർഷത്തെ കോഴ്സും കഴിഞ്ഞ് എൻ്റെ വിസ ജൂണിൽ തീരാൻ നിൽക്കെ ഞാൻ പ്രാർത്ഥിച്ചത് എനിക്ക് മെയ് 30 വിസ കിട്ടണം എന്നായിരുന്നു ആദ്യത്തെ സാക്ഷ്യം. അങ്ങനെ മെയ് 29 ആയപ്പോഴേക്കും വിസ എൻ്റെ കയ്യിൽ കിട്ടി. അതായിരുന്നു എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. അങ്ങനെ എനിക്കവിടെ ഒരു കമ്പനിയിൽ ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവായിട്ട് ഞാൻ വർക്കിന് കയറി. പക്ഷേ 1 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും അവർ ആ കമ്പനി ക്ലോസ് ഡൗൺ ചെയ്യാൻ തീരുമാനിക്കുകയും അവർക്ക് എന്തോ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് കാരണം അവരത് ക്ലോസ് ഡൗൺ ചെയ്യാനായിട്ട് പ്ലാനാക്കി. അപ്പോൾ എനിക്ക് അവിടെ ഉള്ളവർ, ഞാൻ മാത്രമേ വിസയിൽ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി എല്ലാവരും ആ കമ്പനിയിൽ ബ്രിട്ടീഷ് സിറ്റിസൺ ആയിരുന്നു. അങ്ങനെ കമ്പനി ക്ലോസ് ഡൗൺ ചെയ്താൽ നമ്മുടെ വിസ ക്യാൻസലാവും. അപ്പോൾ അവരെന്നോട് സംസാരിച്ച് ഒരു 2-3 മാസത്തേക്ക് വിസ ഹോൾഡ് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. അതിനുള്ളിൽ വേറെ വിസ കണ്ടുപിടിക്കണം എന്നും അവർ നമ്മളോട് പറഞ്ഞു. അപ്പോൾ 2 മാസം നമ്മൾ വേറെ അപ്ലൈ ചെയ്തിട്ട്, ഇപ്പോൾ UK അറിയാം ഭയങ്കര പാടാണ് അവിടെ വർക്ക് പെർമിറ്റുള്ള ജോലി കിട്ടാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ കെയർ ഹോം വിസകളോ അങ്ങനെ എന്തെങ്കിലും എടുക്കേണ്ടി വരും. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, ഞാൻ പഠിച്ച ഫീൽഡിൽ തന്നെ എനിക്ക് ജോലി വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ആ കമ്പനിക്കാർ എൻ്റെ വിസ ക്യാൻസലാക്കി. 2 മാസം അവധി വന്നിട്ട് അവരത് ക്യാൻസലാക്കി കഴിഞ്ഞാൽ നമുക്കൊരു 3 മാസത്തെ ഗ്യാപ്പാണ് ഹോം ഓഫീസ് തരുന്നത് ശരിക്കും അടുത്ത വിസ കിട്ടാനായിട്ട്. അപ്പോൾ നമ്മുടെ ആ കമ്പനി ക്യാൻസലാക്കി കഴിഞ്ഞാൽ ഒരു 1 മന്ത് ഒരു 2 മന്തിനുള്ളിൽ നമുക്ക് മെയിൽ കിട്ടും ഹോം ഓഫീസിൽ നിന്ന് വിസ ക്യാൻസലാക്കി എന്ന് പറഞ്ഞ്. ഇനി ഒരു 60 ദിവസവും കൂടി സമയമുള്ളൂ. അപ്പോൾ അതിനുള്ളിൽ വേറെ ജോബ് കണ്ടുപിടിച്ചില്ലെങ്കിൽ നമ്മൾ നാട്ടിലേക്ക് പോരേണ്ടി വരും. അങ്ങനെ ഇരിക്കെ എനിക്ക് ആ കമ്പനി ക്യാൻസലാക്കി എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു എനിക്ക് എന്തായാലും വേറൊരു കമ്പനിയിൽ ഈ സെയിം ജോബ് തന്നെ കിട്ടും എന്നുള്ളത്. ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് ഇപ്പോൾ ക്യാൻസലായി കഴിഞ്ഞാൽ വേറെ കിട്ടാൻ ഭയങ്കര പാടാണ്, അപ്പോൾ കെയർ ഹോമിലോ എവിടെയെങ്കിലും വിസ എടുക്കാം എന്നുള്ളത് പറഞ്ഞായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ ഒരിക്കലും ആ ജോബ് മോശം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഞാൻ പഠിച്ച ഫീൽഡ് കിട്ടണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് മാതാവ് എന്തായാലും തരും എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേ അപ്ലൈ ചെയ്ത് ഞാൻ പോകുന്ന ഇൻ്റർവ്യൂവിലൊക്കെ ഞാൻ ഉപ്പിട്ടും അതേപോലെ തൈലം തേച്ചിട്ടൊക്കെ ആയിരുന്നു പോകുന്നത്. എവിടെ പോയാലും കാശ് രൂപ എൻ്റെ പോക്കറ്റിൽ എൻ്റെ ശരീരത്തെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ 2 മാസത്തിനുള്ളിൽ വരേണ്ട ഇമെയിൽ എനിക്ക് മാതാവ് 1.5 കൊല്ലമായിട്ടും ഹോം ഓഫീസിൽ എൻ്റെ ക്യാൻസലേഷൻ മെയിൽ എത്തിയിട്ടില്ല. അത് ഒരിക്കലും ഒരാൾക്കും നടക്കാത്ത കാര്യമാണ്. അവിടെ ഇലക്ഷൻ വന്നതിൻ്റെ ഇടയിൽ ഇലക്ഷൻ വന്നാൽ പോലും ഒരു 6 മാസത്തെ ഗ്യാപ്പേ എല്ലാവർക്കും കിട്ടത്തുള്ളൂ. എനിക്ക് അത് 1.5 വർഷം ഡിസംബറിൽ ക്യാൻസൽ ചെയ്തിട്ട് പിറ്റേ കൊല്ലം മെയിലാണ് എനിക്ക് ഹോം ഓഫീസിൽ നിന്ന് മെയിൽ വരുന്നത്, ഇനി 2 മാസം ടൈമും കൂടി ഉള്ളൂ, അത് കഴിഞ്ഞാൽ കിട്ടിയില്ലെങ്കിൽ പോകണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ 1.5 വർഷം എനിക്ക് വേറെ ജോലി കണ്ടുപിടിക്കാനായിട്ടുള്ളൊരു ഗ്യാപ്പ് കിട്ടി. അങ്ങനെ ആ ഇമെയിൽ വന്ന ദിവസം എനിക്ക് വേറൊരു സ്ഥലത്ത് ആക്ച്വലി ജോലി കിട്ടിയായിരുന്നു. ഞാനവിടെ ഇൻ്റർവ്യൂവിന് പോയി. ഞാനവിടെ ഉപ്പും കാശ് രൂപം കൊണ്ടാണ് പോയത്. ഞാനവിടെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഞാൻ ആ റൂമിൽ ഉപ്പിട്ടിട്ടാണ് പ്രാർത്ഥിച്ചത്. എനിക്ക് എന്തായാലും കിട്ടണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. അങ്ങനെ അവിടെ ഒരു 1 വീക്ക് ട്രെയിനിങ് ഉണ്ടായിരുന്നു. ട്രെയിനിങ് കഴിഞ്ഞ് സെലക്റ്റായി കഴിഞ്ഞ് വിസ തീരാനായിട്ട് 2 ആഴ്ച ടൈമേ ഉണ്ടായുള്ളൂ. 2 ആഴ്ച ടൈമിൽ നമ്മൾ അടുത്ത വിസ അപ്ലൈ ചെയ്യണം. വിസ അപ്ലൈ ചെയ്യാനായിട്ട് നിന്നപ്പോഴേക്കും ആ കമ്പനി ട്രെയിനിങ് കഴിഞ്ഞ് എന്നോട് പറഞ്ഞത് ഒരു 1 വീക്ക് ഒരു 2 വീക്സ് നോക്കിയിട്ട് വിസയ്ക്ക് വെക്കാമെന്നായിരുന്നു. പക്ഷേ അങ്ങനെ പറഞ്ഞ് അവർ ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു നമുക്ക് എന്തായാലും വിസയ്ക്ക് വെക്കാം നോക്കാം എന്ന് പറഞ്ഞ രീതിയിൽ അവർ COS ചെയ്ത് എനിക്കങ്ങനെ ഒരു 1 വീക്കിന് ഒരു 2 വീക്സ് എങ്കിലും മിനിമം എടുക്കും വിസ കിട്ടാനായിട്ട്. പക്ഷേ എനിക്ക് 2 ദിവസത്തിനുള്ളിൽ തന്നെ മാതാവ് എൻ്റെ വിസ തീരണതിന് മുന്നേ 1 ആഴ്ചക്ക് മുന്നേ തന്നെ എനിക്ക് പുതിയ വിസ കിട്ടി. സെയിം പോസ്റ്റിൽ തന്നെ ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവായിട്ട് തന്നെ എനിക്ക് വേറെ കമ്പനിയിൽ വിസ തീരുന്നതിന് മുന്നേ തന്നെ ജോയിൻ ചെയ്യാൻ സാധിച്ചു.
അത് ഭയങ്കര വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഒരാൾക്കും 1.5 വർഷമൊന്നും ഒരു ഗ്യാപ്പും കിട്ടൂല വിസ അന്വേഷിക്കാനായിട്ട്. ഞാൻ എവിടെ പോയാലും നടക്കുന്ന വഴിയിലൊക്കെ കാശ് രൂപം കൊണ്ടും എണ്ണ തേച്ചും ഉപ്പ് കഴിച്ചിട്ടൊക്കെ പോകുന്ന ഒരാളാണ്. എനിക്ക് അത്ര വിശ്വാസമാണ് മാതാവ് അല്ലാണ്ട് ഒരിക്കലും അങ്ങനെ അത്രയും ഗ്യാപ്പ് കിട്ടൂല എന്നുള്ളത്. അല്ലാതെ ആയിട്ടും ഒരുപാട് ചെറിയ ചെറിയ അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ജോലിയിൽ കയറി കഴിഞ്ഞിട്ടും ഒരു 3 months കഴിഞ്ഞിട്ട് കമ്പനിയിൽ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു, പുതിയ കമ്പനി ആയതുകൊണ്ട് തന്നെ. പക്ഷേ അതും എല്ലാം നല്ല സ്മൂത്തായിട്ട് മാനേജ് ചെയ്യാനും എല്ലാം ഓക്കെ ആയിട്ട് അതും റെഡിയായി. ഇപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇത്രയും അനുഗ്രഹം തന്ന മാതാവിന് ഈശോയ്ക്ക് ഒരുപാട് നന്ദി. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ അവിടെ ഒരുപാട് പേർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കുമായിരുന്നു. പിന്നെ ഞാൻ സ്റ്റുഡൻ്റ് ആയിരുന്ന സമയത്തിൽ ഇവൻ മാനേജ്മെൻറ്റ് ഹെഡായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പാർട്ട് ടൈം അന്വേഷിച്ച് വരുന്ന ഒരുപാട് കുട്ടികൾക്ക് ഞാൻ ജോബ് കണ്ടെത്തി കൊടുക്കുകയും അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ എല്ലാ ഹെൽപ്പും ഞാൻ ചെയ്യുമായിരുന്നു. പിന്നെ നാട്ടിലേക്ക് അമ്മക്ക് പൈസ അയച്ചു കൊടുത്തിട്ട് അമ്മ ഇവിടെ ഓർഫനേജിൽ പിള്ളേർക്ക് ഫുഡ് മേടിച്ചു കൊടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എല്ലാ ധ്യാനവും മുടങ്ങാണ്ട് കാണും, സാക്ഷ്യം കേൾക്കുമായിരുന്നു. എപ്പോഴും നടക്കുന്ന വഴിയിലൊക്കെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എത്തിച്ചിട്ടായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രയും വേഗം ആ ഒരു പോസ്റ്റിലോട്ട് എന്നെ കയറാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവിന് ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. വെളിപാട് 21:4 അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും, പഴയതെല്ലാം കടന്നുപോയി. സാന്ദ്ര എന്ന ഈ മകളുടെ അവിചാരിതമായ ദൈവിക സംരക്ഷണത്തിലൂടെ ലഭിച്ച അനുഗ്രഹത്തിൻ്റെ സാക്ഷ്യമാണ് മകൾ ഈ എൽത്താരയിൽ പങ്കുവച്ചത്. മകൾ അവിടെ പഠനവും ജോലിയും തുടരുമ്പോൾ ആ ജോലി ചെയ്ത കമ്പനി നിർത്തിപ്പോകുന്നത് കൊണ്ട് വിസ ക്യാൻസലായി മകൾ നാട്ടിലേക്ക് തിരികെ വരേണ്ട ഒരു പ്രതിസന്ധിയിലേക്ക് വരികയും അവിടെ UK-യിൽ ജോലി കണ്ടെത്തുക ഏറെ ശ്രമകരമായ ഒരു കാര്യമായി തീർന്നതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ മകൾ ജോലിക്ക് വേണ്ടി തുടർച്ചയായി അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ മോളുടെ കൊടുത്ത ആ വിസ ക്യാൻസലാവേണ്ട ഓഫീസ്, ഹോം ഓഫീസ് 1.5 വർഷത്തോളം തിരികെ ഇത്ര കാലം കൂടിയേ വിസയുള്ളൂ, നാട്ടിലേക്ക് പോകണം എന്ന ഒരു ഇൻറ്റിമേഷൻ മകൾക്ക് നൽകുവാനായി വൈകിയതിനെയാണ് ഈ സാക്ഷ്യത്തിൽ മകൾ എടുത്തു പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത, മകളവിടെ വർക്ക് പെർമിറ്റുള്ള ജോലിയില്ലാതെ ജോലി കണ്ടെത്താൻ വേണ്ടി ഓരോ ദിവസവും അതിൻ്റെ അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ 2 മാസ പരിധിക്കുള്ളിൽ വിസ തീർന്നാൽ പിന്നെ നാട്ടിലേക്ക് പോരുകയും ആദ്യം മുതൽ എല്ലാ കാര്യങ്ങളും വർക്ക് പെർമിറ്റിന് വേണ്ടിയുള്ള വിസയ്ക്കുള്ള അന്വേഷണം തുടങ്ങുകയും വേണം. അങ്ങനെ സാമ്പത്തികമായ നഷ്ടം, സമയനഷ്ടം, നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ജോലി കണ്ടെത്തുവാനുള്ള വലിയ പ്രയാസങ്ങൾ, ഇങ്ങനെ ഏറെ ഭാരത്തിലേക്ക് ജീവിതം മാറുമായിരുന്ന സാഹചര്യത്തിലാണ് 1.5 വർഷത്തോളം അവിടെ വാലിഡ് വിസയോടുകൂടി ജോലി ഒന്നുമില്ലാതെ താമസിക്കുവാൻ തക്കവിധം അമ്മ മാതാവ് കാര്യങ്ങൾ ക്രമീകരിച്ചു കൊടുക്കുന്നത്. ഞാൻ നിനക്കിതുകൂടി ചെയ്തു തരും എന്ന തിരുവചനം നമ്മളെ ചിലപ്പോൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നീ എന്നോട് ചോദിച്ചതിനാൽ ഞാൻ നിനക്കിതുകൂടി ചെയ്തു തരും. നമ്മൾ എത്ര കണ്ട് അമ്മ മാതാവിനോട് ചേർന്ന് ഉടമ്പടി വിശ്വസ്തതയിൽ ജീവിക്കുന്നുവോ അത് നാപ്പോലും അറിയാത്ത വഴികളിൽ ഒരു ദൈവിക സംരക്ഷണം നമ്മളെ പൊതിയുകയും നമുക്ക് വന്നു ഭവിക്കാവുന്ന ദോഷങ്ങളിൽ നിന്ന് നമ്മളെ അകറ്റി നിർത്തുകയും നമ്മൾ സുരക്ഷിതമാകുന്ന നിമിഷം വരെയും കണ്ണ് കെട്ടിയതുപോലെ ആകാശത്ത് കാർമേഘം പടരുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ വിഷയങ്ങൾ എടുത്തു നീക്കിക്കൊണ്ട് ദൈവികമായ സംരക്ഷണത്തിൻ്റെ കരുതലിൽ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ലഭിച്ച വലിയൊരു സംരക്ഷണത്തിൻ്റെ കരുതലിനെയും അതുവഴിയുള്ള അനുഗ്രഹത്തിൻ്റെ ശ്രേഷ്ഠതയെയുമാണ് ഈ മകൾ ഈ എൽത്താരയിൽ എടുത്തു പറയുന്നത്. ഉടമ്പടി ഏതൊരു ജീവിത സാഹചര്യത്തിലും
നമുക്കറിയാത്ത വഴികളിൽ നമുക്ക് പുതിയ വഴികൾ തുറന്നു തന്നുകൊണ്ട്, നമുക്കറിയാത്ത കാഴ്ചകളിൽ നമുക്ക് വേണ്ടി പുതിയ കാഴ്ചകൾ നൽകിക്കൊണ്ട്, നാം ഒരുപക്ഷെ തീരുന്നുവെന്ന് കരുതുന്ന ഇടങ്ങളിൽ നമുക്ക് വേണ്ടി 6 കൽഭരണികളിൽ നിറവീഞ്ഞു കൊടുത്തതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ വറ്റിപ്പോകുന്ന സമൃദ്ധിയുടെയും ജീവിത പ്രതീക്ഷകളുടെയും നിമിഷങ്ങളിൽ പുതിയ സമൃദ്ധിയുടെ തലങ്ങൾ നൽകിക്കൊണ്ട് അമ്മ കൈപിടിക്കുമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ ജീവിതക്രമം. അതുകൊണ്ട് ഉടമ്പടി ഒരിക്കലും നമുക്കൊരു നഷ്ടമാവില്ല. ഉടമ്പടിയോട് നമുക്കൊരു സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹത്തിന് ഈ മകൾക്ക് ലഭിച്ച അനുഗ്രഹമാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. നമുക്ക് ഉടമ്പടിയെ സ്നേഹിക്കാം. ഉടമ്പടി നമ്മുടെ ജീവിതത്തെ സഹായിക്കും. ഈ മകൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.